ഗൈസ് ഇന്നത്തെ ഏർലി മോർണിംഗ് ന്യൂസ് എന്ന് പറയുന്നത് വേഡൻ്റെ അഗേൻസ്റ്റ് റേപ്പ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചെയ്തിട്ടുള്ളത് ഒരു യുവ ഡോക്ടറും. വിശ്വസിക്കാൻ പറ്റില്ല. ഏതെങ്കിലും വിവരമില്ലാത്ത വിദ്യാഭ്യാസം ഇല്ലാത്ത ഏതോ എന്താ പറയുക ഫോറസ്റ്റിലൊക്കെ ജീവിക്കുന്ന ഒന്നും മൂന്നും അറിയാത്ത പെൺകുട്ടികളാണ് ഇത് പറയുന്നെങ്കിൽ വിശ്വസിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയും വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളൊരു ഡോക്ടർ വിവാഹ വാഗ്ദാനം കൊടുത്തു എന്ന് പറഞ്ഞ് ആ വിവാഹ വാഗ്ദാനത്തിനെ വിശ്വസിച്ച് ഉടനെ പോയി വിവാഹം വരെ വെയിറ്റ് ചെയ്യാതെ മുൻകൂട്ടി തന്നെ പോയി വേടൻ്റെ മുന്നിൽ കിടന്നു കൊടുത്ത് എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് 2-3 വർഷം അപ്പുറം കഴിഞ്ഞ് ഇപ്പോൾ കേസ് കൊടുക്കണോ? ഇതിൽ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എന്നല്ല, മനസ്സിലായിട്ടുണ്ട്. അതെനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. കുറേ പെൺകുട്ടികളുണ്ട് ഇങ്ങനെ പുരുഷന്മാരെ കിടന്ന് വട്ടം തിരിക്കൽ. ഈ പുരുഷന്മാരാണെങ്കിൽ എന്ത് പൊട്ടന്മാരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയൊക്കെ പഠിച്ചിട്ടും ഈ കാലം എത്രയോ വർഷങ്ങളായിട്ട് സ്ത്രീകളുടെ ഈ ഒരു മെൻ്റൽ എന്താ പറയുക, ഈ ഒരു മെൻറ്റാലിറ്റി മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താ? ഇനി പുരുഷന്മാർ കൺട്രോൾ ചെയ്ത് നിൽക്കുക. പെണ്ണുങ്ങളുടെ കൺട്രോൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോട്ടെ, നിങ്ങളെങ്കിലും കൺട്രോളിൽ നിൽക്കുക. ബിക്കോസ് നിങ്ങളുടെ അഗേൻസ്റ്റ് തന്നെയാണ് ഫൈനലി വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരാൾ മാത്രമല്ലല്ലോ ഈ സംഭവത്തിൽ നടന്നിട്ട്, 2 പേരും ഈക്വലി റെസ്പോൺസിബിളാണ്. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ വേടൻ മാത്രം കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ട്. വേടൻ്റെ അഗേൻസ്റ്റ് മാത്രം കേസ് പോകേണ്ട കാര്യമൊന്നുമില്ല. വേടൻ്റെ കൂടെ എന്തിനാണ് പോയത്, എന്തിനാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം നടത്തിയത്? അപ്പം യു ആർ ഓൾസോ സംവെയർ റെസ്പോൺസിബിൾ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴൊന്നും പണ്ടത്തെ കാലത്തെ പോലെയല്ല. റേപ്പ് എന്ന് പറയുന്നത് ബലമായി പിടിച്ചുകൊണ്ട് പോയി ഒരാളെ റേപ്പ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു അർത്ഥമുണ്ട്. ഇതിപ്പം റേപ്പിൻ്റെ അണ്ടറിൽ വേറെ മീനിങ്ങും വരുന്നുണ്ട്. ബൈ ഡിസീറ്റ്ഫുൾ മീൻസ് ഓൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു മീനിങ്ങും പിടിച്ച് ഇതുപോലെ പുരുഷന്മാരുടെ അഗേൻസ്റ്റ് ഇങ്ങനെ കേസസ് കൊടുത്ത് അവരെ കൊടുക്കൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും ബോത്ത് ആർ റെസ്പോൺസിബിൾ ഹിയർ. കാരണം ഇതിപ്പം പഠിച്ച പെൺകുട്ടിയാണ്, അതും ഡോക്ടറാണ്. ഡോക്ടറായിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഡോക്ടറിന് സംഭവിക്കാൻ വേണമെങ്കിൽ അപ്പം ഓർഡിനറി പെൺകുട്ടികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പുരുഷന്മാർ ശ്രദ്ധിക്കുക, ഇവിടെ വേറെ ഒന്നും പറയാനില്ല. കാരണം ലേഡീസ് ഇതൊരു ഒരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് എൻ്റെ പൊന്ന ആൺമക്കളെ അല്ലെങ്കിൽ ആൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ഒന്ന് ശ്രദ്ധിച്ചോ. നിങ്ങളെല്ലാവരും എന്താ പറയുക 24 hours ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. പ്രേമിക്കുന്ന പെണ്ണിനെ ശ്രദ്ധിക്കുക, കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെയും ശ്രദ്ധിക്കുക. എല്ലാവരും ശ്രദ്ധിച്ച് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ നോക്കിക്കോ കേട്ടോ.